പാലക്കാട് പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിധിയിൽ സന്തോഷമുണ്ടെന്ന കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളും പ്രോസിക്യൂഷനും പ്രതികരിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. മലയാളികളുടെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു പാലക്കാട് പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം. ബോയൻ നഗർ സ്വദേശികളായിരുന്ന സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതിന് പ്രതി ചെന്താമരയെ തൂക്കിക്കൊല്ലാനാണ് കോടതി ഉത്തരവ്. വെറും സംശയത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തുകയും വൈരാഗ്യമുള്ളവരെ വകവരുത്തുമെന്ന് കോടതിയിൽ വെല്ലുവിളിക്കുകയും ചെയ്ത പ്രതിക്ക് കുറഞ്ഞ ശിക്ഷ നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം ലഭിക്കുമെന്ന് കാട്ടിയാണ് കോടതിയുടെ ശിക്ഷാവിധി. കോടതിയുടെ ശിക്ഷാവിധിയിൽ സന്തോഷമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പറഞ്ഞു. അപ്പൊ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിന്റെ ഉള്ളിൽ ഇരിക്കണം. പ്രോസിക്യൂഷൻ സമർപ്പിച്ച മുഴുവൻ തെളിവുകളും കോടതി അംഗീകരിച്ചതിലും പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചതിലും സന്തോഷമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ. പോലീസ് അതോറിറ്റീസിന്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചതാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. കൊലപാതകം നടന്ന 2 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിച്ച പോലീസിനെ കോടതി അഭിനന്ദിച്ചു. പ്രതിക്ക് ആനുകൂല്യം ലഭിക്കാതിരിക്കാൻ പഴുതടച്ച അന്വേഷണമാണ് നടത്തിയതെന്ന് ഡിവൈഎസ്പി N മുരളീധരൻ. എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇല്ലോ എന്നുള്ളല്ല, പക്ഷെ ആ 2 കുട്ടികൾക്കുണ്ടായ ആ നഷ്ടത്തെക്കാൾ വലുതൊന്നുമല്ല ഞങ്ങളുടെ സന്തോഷം. തെളിവുകളിൽ ആഴത്തിലുള്ള പരിശോധന നടന്നില്ലെന്ന് കാട്ടി കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് പ്രതിഭാഗത്തിന് തീരുമാനം. 2025 ജനുവരി 27-നാണ് പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിയായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇരട്ട കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും കുടുംബവുമാണെന്ന തെറ്റിദ്ധാരണയായിരുന്നു കൊലപാതകങ്ങൾക്ക് പിന്നിൽ. റിപ്പോർട്ടർ, പാലക്കാട്.